5 ദിവസങ്ങളിലായി പത്തനാപുരം ഗാന്ധി ഭവനും ചേതന FM-ഉം ചേർന്ന് കായംകുളത്ത് സംഘടിപ്പിച്ച കളിമണ്ണ് സമ്മർ ക്യാമ്പ് സമാപിച്ചു. അവധിക്കാല പഠന ക്യാമ്പ് മികവുത്സവമായി മാറി. 5 ദിവസങ്ങളായി പത്തനാപുരം ഗാന്ധി ഭവനും ചേതന FM-ഉം ചേർന്ന് കായംകുളത്ത് സംഘടിപ്പിച്ച കളിമണ്ണ് സമ്മർ ക്യാമ്പ് സമാപിച്ചു. അവധിക്കാല പഠന ക്യാമ്പ് മികവുത്സവമായി മാറി. വ്യക്തിത്വ വികസനം, നേതൃപാഠവും, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, പബ്ലിക് സ്പീക്കിംഗ്, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, പരിസ്ഥിതി പഠനം, ദേശസ്നേഹം, പ്രതിജ്ഞ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ 5 ദിവസമായി കേരളത്തിൽ അറിയപ്പെടുന്ന ട്രെയിനർമാർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തി. സമാപന സമ്മേളനം ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവറക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ആമുഖ സന്ദേശം നൽകി. ജീവിതം ദുരിതപൂർണമായ രോഗികൾ അടക്കമുള്ളവരെയൊക്കെ സംരക്ഷിക്കുകയാണ്. അതിൽ 1300 പേരെയും പത്തനാപുരത്തെ പ്രധാന സെൻ്ററായ ഗാന്ധിഭവനിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകിയാണ് പരിപാടി. 10-20 സെൻ്ററുകൾ ഹരിപ്പാട് പ്രിയപ്പെട്ട ഷമീറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹരിപ്പാട് സ്നേഹവീട് അടക്കം 20ഓളം സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു. നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലായിടവും മരം വെച്ച് പിടിപ്പിക്കുന്ന അയൽ വീട്ടിലൊരു മരം പദ്ധതി, ലഹരിക്കെതിരെയുള്ള ജീവിതമാണ് ലഹരി എന്ന ആശയം ഉയർത്തിക്കൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും അതിനു വേണ്ടിയുള്ള ബോധവൽക്കരണത്തോടെ ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ആദിവാസികൾക്കിടയിലുള്ള പ്രവർത്തനം, നീതി നിർവഹണ മേഖലയിൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റി, കേരള ഹൈക്കോടതിയുമായി ചേർന്നുള്ള പ്രവർത്തനം, ഭിന്നശേഷികളും ബോധവൽക്കരണം. ഒരു അഭയകേന്ദ്രം, ആ അഭയകേന്ദ്രത്തിനുള്ളിൽ നിന്ന് സമൂഹത്തിലേക്ക് വന്നിട്ട് സമൂഹത്തിൻ്റെ പുതിയ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി നമ്മുടെ നവകേരളം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നവസമൂഹം. സംസ്ഥാന തുറമുഖ സാംസ്കാരിക യുവജന കാര്യ വകുപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, ഇതുപോലെ ഒരു ക്യാമ്പിന്റെ മഹിമയെക്കുറിച്ചും അതിലെ സന്തോഷത്തെക്കുറിച്ചും അതിന്റെ രസത്തെക്കുറിച്ചും ഒക്കെ പറയണമെന്നുണ്ട്. കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കൊച്ചു കൂട്ടുകാരിയുടെയും കൂട്ടുകാരൻ്റെയും മുഖം നോക്കിയാൽ അറിയാം, ഒരു പ്രത്യേക സന്തോഷവും കൂട്ടും സൗഹൃദവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലേ? കിട്ടിയിട്ടുണ്ടോ? നല്ല കൂട്ടുകാരായിട്ടില്ലേ? പിരിയുന്നതിൻ്റെ ഒരു ചെറിയ സങ്കടവും ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകൂടാം. അത് ഈ ഷമീർ മാമനും ഫിലിപ്പച്ചനും ഫ്രാൻസിസ് അച്ഛനും ഒക്കെ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകൂടാം. നമ്മുടെ അമ്മമാരും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി നടന്ന് കാണിച്ചതൊക്കെ ഈ പറമ്പെല്ലാം കൊണ്ട് കാണിച്ച് അവരെയും ഇതിൻ്റെ കൂടെ കൂട്ടിയ നിങ്ങൾ ഓരോരുത്തരും ഭാവിയിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ പതാകവാഹകരായി, നല്ല പൊതുപ്രവർത്തകരായി, നല്ല മനുഷ്യരായി മാറുവാൻ ഇതൊരു തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ഗാന്ധി ഭവനെയും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MM അനസലി, കായംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S കേശുനാഥ്, അക്കോക്ക് മണ്ഡലം പ്രസിഡന്റ് നാസർ പുല്ലുകുളങ്ങര, സെക്രട്ടറി ഷാനവാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീറിന് സംസ്ഥാന സർക്കാർ യുവജനക്ഷേമ ബോർഡ് മികച്ച സാമൂഹിക പ്രവർത്തനമുള്ള സ്വാമി വിവേകാനന്ദ യുവപ്രതിഭ പുരസ്കാരത്തിനൊപ്പം സമ്മാനിച്ച അവാർഡ് തുക മുഴുവനായും വേദിയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി വിതരണം ചെയ്തു. ചേതന FM വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തുടർന്ന് ദേശസ്നേഹ പ്രതിജ്ഞ നടത്തി. ഗാന്ധിഭവൻ സ്നേഹവീട്ടിലെ അന്തേവാസികളായ അച്ഛനമ്മമാരെ കുട്ടികളോടൊപ്പം 2 ദിവസം ക്യാമ്പിൽ പങ്കെടുപ്പിച്ചത് വ്യത്യസ്ത അനുഭവമായി മാറി. മുഹമ്മദ് ഷമീർ സ്വാഗതവും ചേതന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജമ്മത്തുകളത്തിൽ നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.